1444 പെരുവനം ആറാട്ടുപുഴ പൂരമാണ് ഇക്കുറി നടക്കുന്നത്. പൂരവിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ശങ്കരമാഷിന്റെ അടുത്ത് ചോദിച്ചറിയാം. നമസ്കാരം. പെരുവനം ആറാട്ടുപുഴ പൂരവുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? പെരുവനം ക്ഷേത്രവും ആറാട്ടുപുഴ പൂരവുമായിട്ടുള്ള ബന്ധം? പെരുവനം ആറാട്ടുപുഴ പൂരം എന്നുള്ളത് ഒരു ഉത്സവമായിട്ടായിരുന്നു ആദ്യകാലത്ത്. അത് നമുക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഒരു പഴയൊരു കാലത്ത് ഇത് ബന്ധപ്പെടുന്നത് തന്നെ ഈ 28 ദിവസത്തെ ഉത്സവമായിട്ടാണ്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ വലിയ വിളക്കാണ് പെരുവനം പൂരം എന്നുള്ളതും ആറാട്ടുപുഴ പൂരമായിട്ടാണ് പറയുന്നത്. അതിൽ ഇവിടെ പൂരത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരുമ്പോൾ അശ്വതി നാൾ മുതൽക്ക് ഉത്രം അത്തം കൊടികുത്ത് വരെയുള്ള ആ ഒരു ദൈർഘ്യമാണ് ഈ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഉള്ളിലത്തെ ചടങ്ങുകളായിട്ടൊക്കെ നടന്നു വരുന്നത്. പിന്നെ ഈ 28 ദിവസത്തെ ഉത്സവം എന്നുള്ളത് അതിനു മുൻപ് തുടങ്ങുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ 28 ദിവസത്തായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയാണ് പെരുവനം ആറാട്ടുപുഴ പൂരം എന്നുള്ള ബന്ധം അവിടെ വന്നിട്ടുള്ളത്. ഇനി ചടങ്ങുകൾ, അതായത് പൂരത്തിൻ്റെ വിശേഷങ്ങളായിട്ട് അശ്വതി നാൾ മുതൽക്ക് ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. അത് അശ്വതി നാളിൻ്റെ അന്ന് വൈകിട്ട് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതി വേലയായിട്ട് ചടങ്ങുകളുണ്ട്. അതിന് ചടങ്ങുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അകത്തെ ചടങ്ങുകൾ ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് എത്തിയിട്ടില്ല. അതായത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചടങ്ങുകളാണ്. അത് തേങ്ങാമുറി വിളക്ക്, അങ്ങനെയുള്ള കുറേ വിളക്കാചാരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്ത് ശ്രീഭൂതബലി കഴിഞ്ഞ് ഒരു എഴുന്നള്ളിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ആദ്യകാലത്ത് അശ്വതി വേലയ്ക്ക് നായർ വേല എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ചടങ്ങുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പൊക്കെ അത് കുറച്ചും കൂടി ചുരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ അശ്വതി നാളിൻ്റെ അന്ന് ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭരണിയുടെ അന്ന് ചേർപ്പിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുള്ള ചടങ്ങുകൾ മാത്രമായിട്ട് അത് നിൽക്കുന്നുള്ളൂ. കാർത്തികയുടെ അന്ന് മുതൽക്ക് പിന്നെ ഈ പെരുവനം ആറാട്ടുപുഴ പൂരത്തിൽ ആദ്യകാലങ്ങളിൽ 101 ദേവീ ദേവന്മാർ പങ്കെടുത്തിരുന്ന ഒരു ദേവസംഗമമായിരുന്നു അത്ര. അതന്ന് ആറാട്ടുപുഴ പൂരത്തിന് എല്ലാ ദേവീദേവന്മാരും 101 ദേവീദേവന്മാരും പങ്കെടുത്തിരുന്നു എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അതിൽ കാശീനാഥനടക്കം ആറാട്ടുപുഴ പാടത്തേക്ക് എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. കാശീനാഥൻ ആറാട്ടുപുഴ പാടത്തേക്ക് എത്തുക എന്നുള്ള ഒരു സങ്കല്പം അങ്ങനെയാണ് പറയുന്നത്. എല്ലാ ദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൻ്റെ പാടത്തേക്ക് വരും. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അത് 21 ദേവീദേവന്മാരെ മാത്രം പങ്കെടുക്കുന്ന ഒരു ദേവസംഘമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിൽ ഇവിടെ പിഷാരിക്കൽ ഭഗവതി, ആ പിഷാരിക്കൽ ഭഗവതിയുടെ കാർത്തിക പുറപ്പാടായിട്ടാണ് കാർത്തിക നാളിന് മറ്റുള്ള ചടങ്ങ്, അതായത് ഈ പെരുവനം പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അത് സന്ധ്യയ്ക്ക് തന്നെ ഇതുപോലെ കാർത്തികയുടെ അന്ന് വൈകുന്നേരം പൂരം കൊടിയേറ്റം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കൊടിയേറ്റം നടത്തുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലായിടത്തും കൊടിയേറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പിഷാരിക്കൽ ഭഗവതിയുടെ കൊടിയേറ്റത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്പൂതിരിമാരാണ് കൊടിയേറ്റുക. അതായത് ഇപ്പോൾ സാധാരണ പറയും ഈ കൊടിയേറ്റങ്ങൾ ധ്വജാതി, പടഹാതി, അങ്കുരാതി എന്നുള്ള 3 കൊടിയേറ്റങ്ങളുണ്ട്. അതായത് ധ്വജാതി എന്നൊക്കെ പറയുന്നത് കൊടിമരം ഓൾറെഡി ഉള്ളിടത്ത്, അങ്കുരാതി എന്ന് പറയുമ്പോൾ മുളയിട്ടിട്ടുള്ള, അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ അത് മുഴുവൻ വിസ്തരിക്കാനുള്ള നമുക്ക് സമയമില്ല. അതുകൊണ്ട് അങ്കുരാതി എന്ന് പറഞ്ഞാൽ മുളയിട്ടിട്ടുള്ള ഉത്സവം. പിന്നെ പടഹാദിയാണ് നമ്മളുടെ ഈ ഇത് നടക്കുന്നത്, ഈ കൊടിയേറ്റം. അപ്പം ഈ കൊടിയേറ്റുന്ന കവുങ്ങാണ് കൊണ്ടുവന്ന് വയ്ക്കുക. പക്ഷേ അതിലൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പിഷാരിക്കൽ ഭഗവതിയുടെ കൊടിയേറ്റത്തിന് നമ്പൂതിരിമാരാണ് കൊടിയേറ്റുക. മറ്റുള്ളിടത്തൊക്കെ നാട്ടുകാരായിട്ടുള്ള കൊടിയേറ്റങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത പിഷാരിക്കൽ ഭഗവതിക്കുണ്ട്. അങ്ങനെ കൊടിയേറിയിട്ട് അകത്തുനിന്ന് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. അന്ന് അവിടെ ഇതുപോലെ തന്നെ എഴുന്നള്ളിച്ച് ഒരു മേളൊക്കെ ഉണ്ട്. മേളം കഴിഞ്ഞിട്ട് മേളത്തിൻ്റെ പ്രമാണം ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞാൽ
ഭഗവതിയെ പുറത്തേക്ക്, അതായത് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. എഴുന്നള്ളിച്ച് അവിടെ കീഴോട്ടുകര മനയ്ക്കൽ കടലായി മനയുടെ അവിടുത്തെ കരുവന്നൂർ പുഴയിൽ അവിടെ ഒരു ആറാട്ടുണ്ട്. അങ്ങനത്തെ ചടങ്ങുകളായിട്ട് അന്ന് അവിടെ പിഷാരിക്കൽ ഭഗവതിയുടെ അവിടെ കഴിയണം. അതേ ദിവസം തന്നെ രാത്രി ഒരു 10:30-11 മണിയാകുമ്പോൾ തൊട്ടിപ്പാള് ഭഗവതിയുടെ കാർത്തിക പുറപ്പാടാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഈ 2 ഭഗവതിമാരുടെ പൂരത്തിൻ്റെ പുറപ്പാടാണ് അന്ന് അവിടെ നടക്കുന്നത്. കാർത്തിക കഴിഞ്ഞ് രോഹിണിയുടെ അന്ന് ഈ ഊരത്തമ്മതിലുവടിയുടെ അവിടെ രോഹിണി വിളക്കായിട്ട് ഒരു ചടങ്ങുണ്ട്. അത് അന്ന് ഈ പറഞ്ഞ പോലെ ഈ ശ്രീഭൂതബലി കൊല്ലത്തിലെ 2 തവണയോ 3 തവണയോ കണ്ട് നടക്കുന്നുള്ളൂ ഊരത്തമ്പലത്ത് ഒരു കൊല്ലത്തിൽ. അത് ഈ രോഹിണിയുടെ അന്നൊരു ശ്രീഭൂതബലി ഉണ്ട് അവിടെ. ആ ശ്രീഭൂതബലി കഴിഞ്ഞിട്ട് അമ്പലത്തിന് മതിൽക്കകത്ത് തന്നെ രോഹിണി വിളക്കായിട്ട് നടത്തുന്നുണ്ട്. പിറ്റേ ദിവസമാണ് എല്ലാ ദേവീദേവന്മാരുടെയും പുറപ്പാട്, ബാക്കിയുള്ള ദേവീദേവന്മാരുടെയൊക്കെ പുറപ്പാട്. മകീരം പുറപ്പാട് മുതൽക്കാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് ദേവീദേവന്മാരെ അന്നു മുതൽക്കാണ് പുറപ്പാട് ശരിക്കും പറയാം. അപ്പോൾ ആദ്യം തൃപ്രയാർദേവരുടെ വളരെ പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ പേര് കേട്ടിട്ടുള്ളതാണ് തൃപ്രയാർദേവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെടുനായകത്വം വഹിക്കുന്ന ഒരു ഭഗവാനാണ്. ഇതേപോലെ അത് കഴിഞ്ഞിട്ട് ചേർപ്പിലെ മകീരം പുറപ്പാട്, അതും ഇതേപോലെ തന്നെ ചേർപ്പ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളതാണ്. അന്ന് തന്നെ ഊരത്തമ്പതിലുവടി, ഇതൊക്കെ ഇവിടെ ഈ 21 ദേവീദേവന്മാർക്ക് അന്ന് ഒരുവിധം എല്ലാ 21 ദേവീദേവന്മാരിൽ ഒരുവിധം എല്ലാവരും അന്നാണ് ഈ മകീരം പുറപ്പാടാണ് വളരെ പേര് കേട്ടിട്ടുള്ള ഒരു പുറപ്പാട്. പിറ്റേ ദിവസം തിരുവാതിരയുടെ അന്ന് ചാത്തക്കുളം ശാസ്താവ് ശരിക്ക് എന്താ പറയുക, ഈ പൂരക്കാലത്ത് എല്ലായിടത്തും എത്തണം. അങ്ങോര് ശരിക്ക് ഒരു തരത്തില് ഈ ഇതിനെയൊക്കെ ശരിക്കും നയിക്കുന്ന, എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി നടത്താനുള്ള ഒരു ഭഗവാനാണ് ശരിക്കും പറയാച്ചാൽ. ചാത്തക്കുളം ശാസ്താവിൻ്റെ തിരുവാതിര പുറപ്പാട് വളരെ പ്രശസ്തമാണ്. ഗംഭീരമായിട്ടുള്ള മേളങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവിടെ ഉപചാരങ്ങളുണ്ട്, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അവിടെ നിന്ന് നടക്കുന്നുണ്ട് തിരുവാതിര പുറപ്പാടിന്. അത് ഈ തിരുവാതിരയുടെ അന്ന് തന്നെ ഈ ചാത്തക്കുളത്തിൻ്റെ പുറപ്പാട് കഴിഞ്ഞതിന് ശേഷം ആറാട്ടുപുഴ തിരുവാതിര വിളക്കായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ മകീരത്തിൻ്റെ അന്ന് പുറത്തേക്ക് എഴുന്നള്ളിച്ചിട്ടുണ്ട്, ഇവരൊക്കെ പുറത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തിരുവാതിരയാണ് അന്ന് ഈ ആറാട്ടുപുഴ ഇതുപോലെ ഒരു തിരുവാതിര വിളക്ക് വെളുപ്പിന് അത് നടക്കുന്നുണ്ട്. അന്നേ ദിവസം തന്നെ, അതായത് വെളുപ്പിന് തേക്കാട്ടുശ്ശേരി ഭഗവതിയുടെ അവിടെ അമ്പലത്തിൽ വെളുപ്പാങ്കാലത്ത് ഒരു പഞ്ചവാദ്യം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ശേഷം പുണർദം രാവിലെ പുണർദത്തിൻ്റെ അന്ന് തേക്കാട്ടുശ്ശേരി ഒരു പൂരം നടക്കുന്നുണ്ട്, പകലായിട്ട് പൂരം. അപ്പോൾ ഈ പുണർദത്തിൻ്റെ അന്ന് കാലത്ത് തേക്കാട്ടുശ്ശേരി ഭഗവതിയുടെ ഒരു പൂരം നടക്കുന്നു. അന്ന് വൈകുന്നേരം ചക്കംകുളം ശാസ്താവിൻ്റെ ഇതേപോലെ പുണർദം ഒരു വിളക്കായിട്ട്, ചക്കംകുളങ്ങര വിളക്ക്. അങ്ങനെ പുണർദം വിളക്ക് കഴിഞ്ഞ് പൂയം നാളിനാണ് പെരുവനത്തെ പൂരം നടക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പൂയം നാളെന്നുള്ളത് ഈ ഉത്സവത്തിൻ്റെ വലിയ വിളക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 28 ദിവസത്തിൻ്റെ ഉത്സവത്തിൻ്റെ ആ വലിയ വിളക്കാണ് ഈ പൂയം നാളിന് പെരുവനം പൂരമായിട്ട് ഇവിടെ നടത്തുന്നത്. പെരുവനം പൂരത്തിൻ്റെ അന്ന് കാലത്തൊന്നുമില്ല, ചടങ്ങുകളൊന്നുമില്ല. ഉച്ച തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-4:30 ആകുമ്പോഴേക്കും കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി അവിടുന്ന് എഴുന്നള്ളും. ഈ പിഷാരിക്കൽ ഭഗവതി എന്താണ്, ആ പിഷാരിക്കൽ ഭഗവതിയുടെ ആ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അതിലുള്ള ആ ഒരു റോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിഷാരിക്കൽ ഭഗവതി സാധാരണ ഏത് ക്ഷേത്ര, ഇപ്പം ഇവിടെ ഈ പറഞ്ഞ എല്ലായിടത്തെ 21 സ്ഥലത്തുള്ളതിൽ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ ആറാട്ട് നടക്കുക. അത് പിഷാരിക്കൽ ഭഗവതിയാണ് ആദ്യം വന്ന ആറാട്. എന്തുകൊണ്ടാണ് പിഷാരിക്കൽ ഭഗവതിയുടെ എന്ന് വെച്ചാൽ വിഷഹാരിണിയാണ് ശരിക്കും. പിഷാരിക്കൽ ഭഗവതി വിഷഹാരിണിയാണ്. അപ്പോൾ
മറ്റുള്ളവരൊക്കെ ആറാടുന്നതിന് മുൻപായിട്ട് പിഷാരിക്കൽ ഭഗവതി അവിടെ നിന്ന് ആറാടിയിട്ട് പോവുക. ആ കുളത്തിലെ അല്ലെങ്കിൽ ആ പുഴയിലെ മാലിന്യങ്ങളെ നീക്കുക, അല്ലെങ്കിൽ വിഷഭയങ്ങളെ നീക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് പിഷാരിക്കൽ ഭഗവതിയുടെ അതിലുള്ള ഒരു സ്ഥാനം അവിടെ കിടക്കുന്നത്. അപ്പൊ ആദ്യം വന്നത് തന്നെ ആറാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് പിഷാരിക്കൽ ഭഗവതി പെരുവനം പൂരത്തിന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുവനത്തെ കിഴക്കേ നടയിലുള്ള ആ തൊടുകുളത്തിൽ വന്ന് ആറാടുക, അത് കഴിഞ്ഞാൽ അവർക്ക് പോവാം. ഇതാണ് പഴയ കാലത്ത്. അതായത് പൂരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ പിഷാരിക്കൽ ഭഗവതിക്ക് വരിക, പക്ഷേ പെരുവനത്തപ്പനെ പ്രദർശനം വെക്കുക, അവിടുന്ന് ഇങ്ങോട്ട് കയറി പെരുവനത്തപ്പനെ പ്രദർശനം വെച്ച് നേരെ കുളത്തിൽ പോവുക, ആറാടുക, അവർക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോവാം. അതിന് ശേഷം അപ്പോഴേക്കും ആറാട്ടുപുഴ ശാസ്താവ് ഈ പെരുവനം ആ തെക്കേ ഗോപുര നടയിൽ കൂടെ അകത്തേക്ക് കിടന്നു നിന്ന് കഴിഞ്ഞാൽ ആ തെക്ക് ആ ഗോപുരം കൂടെ കിടന്നു നിന്ന് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് നിരന്ന് നിന്നിട്ടാണ് ഇവിടെയാണത്. അത് നിരന്ന് നിന്ന് അവിടുന്ന് അങ്ങോട്ട് പാണ്ഡ്യായിട്ടാണ്. ഇപ്പം പഴയ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, പെരുവനത്തെ ആറാട്ടൂർ ശാസ്താവിന് പഞ്ചാരി ആയിരുന്നു അത്രേ, കയറ്റ പഞ്ചാരി ആയിരുന്നു എന്നാണ് ആദ്യം കേട്ടിട്ടുള്ളത്. പിന്നീട് അത് സൗകര്യത്തിനോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും സാങ്കേതിക ഇതുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായിരിക്കാം. അത് പിന്നെ അപ്പം ആദ്യം അത് പാണ്ഡ്യാണ് വരുന്നത്. അപ്പോൾ ആറാട്ടൂർ ശാസ്താവിന് അവിടുന്ന് അങ്ങോട്ട് 7 ആനയുടെ അകമ്പടിയോട് കൂടിയിട്ട് പാണ്ഡ്യ, അത് പെരുവനം കുട്ടന്മാരാരാണ് ഇന്നിപ്പോൾ അതിൻ്റെ പ്രമാണം. അങ്ങനെയാണ് വഹിച്ചിട്ടിരിക്കുന്നത്. അത് ഏകദേശം ഒരു 9-9:45 അതിൻ്റെ ആ പാണ്ടി കഴിഞ്ഞു. ഏകദേശം 10-150 കലാകാരന്മാരോട് കൂടിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു മേളാണത്. അതിന് ഇടയിലായിട്ട് ആ സമയം, അതായത് 9:45 ഇടയിലായിട്ട് ഒരു 7:45 ചാത്തക്കുളം ശാസ്താവ് അവിടുന്ന് 7 ആനയുടെ അകമ്പടിയോട് കൂട്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ അവിടുന്ന് അപ്പം നമുക്ക് നോക്കുമ്പോൾ നടവഴിയുടെ ഇവിടുന്ന് അങ്ങോട്ട് ആറാട്ടുപുഴ ശാസ്താവും അവിടുന്ന് ഇങ്ങോട്ട് ചാത്തക്കുളം ശാസ്താവും മുഖാമുഖമായിട്ട് നിന്ന് ഇതിനിടയിലാണ് ഈ ആളുകളുടെ ആസ്വാദകരുടെയൊക്കെ നിൽപ്പ്. അതൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണ മറ്റുള്ള ലൈറ്റിൻ്റെ ഇതിലൊന്നുമല്ല, ഒക്കെ പന്തത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഊരകത്തമ്മരുടി അവിടുന്ന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഈ ഊരത്തമ്മരുടിയും ചാത്തക്കുളം ശാസ്താവും തമ്മിലൊരു സഹോദരൻ സഹോദരി ബന്ധമുണ്ട് അവിടെ. അപ്പം എന്തുകൊണ്ട് ഈ ഊരത്തമ്മരുടിക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഊരത്തമ്മരുടി കന്യകയാണ്, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഊരത്തമ്മരുടിയെ എപ്പോഴും അതെ സ്വത്തുക്കൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അവരെ ഒപ്പം നിന്ന് ഒരു സഹോദരിയുടെ ഒപ്പം നിൽക്കേണ്ട ഒരു ചുമതല ഒരു സഹോദരനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചാത്തക്കുളം ശാസ്താവ് അവിടുന്ന് ഊരത്തമ്മരുടിയുടെ കൂടെ അവിടെ ഒപ്പം തന്നെ നിന്ന് ആ മേളം അത് ഇവിടെ ഈ പെരുവനം നടവിൽ കഴിയുമ്പോൾ 3 മണിയോട് കൂടിയിട്ട് കഴിയും. അപ്പോൾ 12 മണിക്ക് അവിടെ നിന്ന് തുടങ്ങും കേട്ടോ. ഇവിടെ 10:45 ചാത്തക്കുളം ശാസ്താവ് കഴിഞ്ഞ് പ്രദർശനം വെച്ച് അങ്ങോട്ട് തീരുമ്പോഴേക്കും അവിടെ റെഡി ഉണ്ടാവും. അവിടുന്ന് ഈ പോലെ കേളി ഒരു പറ്റും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചാരി തുടങ്ങുകയാണ്. അതിൻ്റെ പ്രമാണം ചേർശ്ശേരി കുട്ടന്മാരാര. കുറച്ച് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് ഇപ്പോൾ ചേർശ്ശേരി കുട്ടന്മാരാരാണ് അതിൻ്റെ പ്രമാണം. ഒരു 3 ചില്ലാനം മണിക്കൂറിൻ്റെ ദൈർഘ്യമുണ്ട്. പൂരകത്തം മതിരുവടിയുടെ ആ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത മറ്റുള്ള പൂരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്.